പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ അന്ന് ദിലീപ് കലാപനിലും തന്നെ ഗാനങ്ങളുടെ ഇന്റർവെല്ലിനും കണ്ട് മിമിക്രി കാണിക്കുന്നു. പ്രൊഫഷണൽ ട്രൂപ്പിൽ കയറാൻ പറ്റിയിട്ടില്ല. ദിലീപിനെ ആകെ നോക്കിയപ്പോൾ ചാൻസ് ചോദിച്ചാൽ കിട്ടാൻ സാധ്യത ഉള്ള ഒരാളെന്നുള്ള നിലയിൽ എന്നെ നോക്കി വെച്ചവൻ. ഞാൻ വെറുതെ ടേൺ ചെയ്ത് നോക്കുമ്പോൾ ഒരാൾ തൊട്ടപ്പുറത്ത് മുണ്ട് മടക്കി കുത്തി നിൽപ്പുണ്ടാവും. ഞാനിങ്ങനെ തിരിയുമ്പോൾ പുള്ളി മുണ്ടി മടക്കി കുത്തി അഴിച്ചിട്ടിട്ട് ഇങ്ങനെ കാണിക്കും. വിനയം. ഞാൻ ചോദിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചപ്പോൾ പറഞ്ഞ് അല്ല ഞാൻ മിമിക്രിയൊക്കെ കാണിക്കും, എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് ട്രൂപ്പിൽ കയറാനായിട്ട് ഇപ്പോൾ നിലവിൽ 5-6 പേരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ മിമിക്രിയിൽ കൊണ്ടുവന്ന എൻ്റെ ഗുരുനാഥൻ രമേശ് കുറുമശ്ശേരി മാരാസിൽ പഠിക്കുന്നുണ്ട്, സീനിയറാണ്. രമേശ് അവിടെ മത്സരം നടന്നപ്പോൾ എന്നെ ജോർജിനെയൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ സ്റ്റേജിൽ എൻ്റെ മുമ്പിൽ വിനയകുനിയനായിട്ടുള്ള മുണ്ട് താത്തിയിരുന്ന കക്ഷി സ്റ്റേജിൽ, ഇയാൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് മിമിക്രി കാണിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്തൊക്കെ കാണിക്കുന്നു. അങ്ങനെ കുറേ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട് ഇവന് ഫസ്റ്റ് ഇട്ട്, എൻ്റെ ഗുരുവിന് സെക്കൻഡ് ഇട്ട്. അന്ന് തുടങ്ങിയ ബന്ധം.